ഈ സിനിമ ഇത് കഥ മനസ്സിലാക്കിയപ്പോ ഇതിനകത്ത് നല്ലൊരു കണ്ടന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് യുവാക്കളുടെ ഒരു സിനിമയാണ്. 6 പേര്, 3 കോളേജ് സ്റ്റുഡൻസ്, 6 കോളേജ് സ്റ്റുഡൻസ്, 3 പിള്ളേരും 3 പെൺപിള്ളേരും. അപ്പൊ അവരടിച്ചു പൊളിച്ച് കോളേജ് ലൈഫ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് എന്തോ ഒരു സമയത്ത് തോന്നി ഇങ്ങനെ ഒരു പിക്നിക് പോവാൻ. അയ്യോ ചേട്ടാ കഥ പറയല്ലേ, ചേട്ടാ ഇന്നസെന്റ് ആണ്, ചേട്ടൻ തുറന്ന് പറയും, ചേട്ടൻ തുറന്ന പുസ്തകമാണ്, ദയവ് ചെയ്ത് ചേട്ടാ അതിനകത്തുള്ള കൂടോത്രം ഇല്ല എന്ന് ഞാൻ പറയായിരുന്നു. ഇതിനകത്ത് കൂടോത്രമല്ല, അങ്ങനെ ഒരു അന്ധവിശ്വാസം ഇതിനകത്ത് മിത്ത്. ഒരു എഴുത്തുകാരൻ കൂടോത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടോത്രം എന്ന് പറഞ്ഞ എഴുത്തുകാരന്റെ വായന ആ വാക്ക് വീഴും. അങ്ങനെ ഒരു വാക്കേ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ കൂടോത്രം എന്ന് പറയാൻ പോലും മിത്ത് ഉണ്ട്. ആ മിത്ത് അന്വേഷിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഒരു സത്യം അന്വേഷിച്ച് പോകുന്ന കഥയാണ്. ഒരു സത്യം, മിത്ത് എന്ന് പറഞ്ഞാലും തെറ്റിദ്ധരിക്കപ്പെടും. ഒരു സത്യം അന്വേഷിച്ച് പോകുന്ന ഒരു കഥയാണ്. അത് ഗ്യാരണ്ടീഡാണ്. ഒരു സത്യം, നമ്മളെപ്പോഴും സത്യം അന്വേഷിക്കാവണമെന്ന് കേട്ടിട്ടില്ല. ആ സത്യ അന്വേഷണത്തിൽ ഇതിനകത്തുള്ള ചിലർ ഒരു സത്യം അന്വേഷിച്ചു പോകുന്നു. ആ സത്യം അന്വേഷിച്ചു പോകുമ്പോഴാണ് ഒരുപാട് ദുരൂഹതകൾ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അത് എന്ത് പറഞ്ഞാലും ഇതിന്റെ ത്രെഡുകളും ഇതിന്റെ സസ്പെൻസുകളും ട്വിസ്റ്റുകളും പുറത്തു പോകും. അതുകൊണ്ടാണ് അത് പറയാറ്. എന്തുകൊണ്ട് ഏറ്റെടുത്തത് മാത്രം പറഞ്ഞാണ്. ഏറ്റെടുത്ത് ഇത് തന്നെ ഇതിനകത്ത് ഈ സംഭവം ജനങ്ങൾ അറിയേണ്ടതാണ്. ഇതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ. ഇത് ഇപ്പൊ ഞാൻ ഈ കഥ കേട്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുപോലെ ഇത് പിന്നെ യുവാക്കൾ മനസ്സിലാക്കണം, പേരൻസ് മനസ്സിലാക്കണം, പലർക്കും സമൂഹം മനസ്സിലാക്കണം. എന്നാലും നമുക്കൊരു നല്ല സമൂഹത്തിൽ കെട്ടിപ്പടുക്കാനും പിള്ളേര് ഇങ്ങനെ അവഗണിച്ചും ചാടാതിരിക്കാനും അവരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോയി അവരുടെ ജീവിതാഭിലാഷം പൂർത്തീകരിക്കാനും നമുക്ക് സാധിക്കും. അതാണ് അതിന്റെ കഥ.